ഗസയിൽ വീണ്ടും ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി. സുരക്ഷിത മേഖലയായി ഇസ്രായേൽ തന്നെ അംഗീകരിച്ച പ്രദേശത്താണ് ആക്രമണം നടത്തിയത്. വ്യോമാക്രമണത്തിൽ 71 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 289 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖാൻ യൂനിസിന് സമീപം അൽമവാസി മേഖലയിലാണ് ആക്രമണമുണ്ടായത്. ഇസ്രായേൽ സേന സുരക്ഷിത മേഖലയായി അംഗീകരിച്ചിട്ടുള്ള ഇടമാണിത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പലസ്തീൻകാർ ഇവിടെ അഭയം പ്രാപിച്ചിരുന്നു. ഹമാസ് സൈനിക നേതാവ് മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എന്നാൽ ആക്രമണം നടത്തിയ സ്ഥലത്ത് ഹമാസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സാധാരണക്കാർ ഉണ്ടായിരുന്നില്ലെന്നുമാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം. ആക്രമണത്തിൽ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ല. ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ സൂത്രധാരകരിൽ ഒരാളാണ് ദൈഫ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതുവരെ 7 തവണ ദൈഫിനെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ആക്രമണമുണ്ടായ പ്രദേശത്തേക്ക് എത്തിയ രക്ഷാപ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും ഇസ്രായേൽ സേന ആക്രമിച്ചതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. കുട്ടികളെ കൊലപ്പെടുത്തുന്ന ഇസ്രായേലിൻ്റെ കുറ്റകൃത്യ പരമ്പരകളിലെ ഏറ്റവും പുതിയ കുറ്റകൃത്യമാണിതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി കുറ്റപ്പെടുത്തിയത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം ഹമാസ് വക്താവ് തള്ളിക്കളഞ്ഞു. വ്യോമാക്രമണത്തിൽ 73 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് പറയുന്നത് സുരക്ഷാ മേഖലയിൽ ആക്രമണം നടത്തിയതിനെ ന്യായീകരിക്കാനാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. ഈ കൂട്ടക്കൊലയെ നീതീകരിക്കാനാവില്ലെന്നും ഹമാസ് പറഞ്ഞു. അതിനിടെ ഗസയ്ക്ക് വേണ്ടി പോരാടാൻ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻകാരോട് ഹമാസ് ആഹ്വാനം ചെയ്തു. ടെലിഗ്രാമിലൂടെയായിരുന്നു അൽമവാസി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസിൻ്റെ ആഹ്വാനം. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ദോഹയിലും കെയ്റോയിലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം.